എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു സെമി ഫൈനൽ വരെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഒരു നല്ല ജഡ്ജ്മെൻറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ജഡ്ജിൻ്റെ കയ്യിൽ നിന്നും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട എല്ലാ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ വിനീതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അയാളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി വിനീതാണ്. ശരിക്കും വിനീതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഈ വേദിയെ ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജസിനെ, പ്രേക്ഷകരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? സജീവിൻ്റെ എല്ലാവരുടെ ആണെങ്കിലും നല്ലൊരു കൂട്ടായ്മയുള്ളൊരു ടീമാണ്. പക്ഷേ ഏതൊക്കെയോ ചില ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് വന്നു പോയി അല്ലേ? ചില സ്കിറ്റുകളിൽ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു. ചില ദിവസങ്ങളുടെയാണ്, അതൊന്നും മോശമായിട്ട് കരുതണ്ട. ഇതൊരു വലിയ ചവിട്ടുപടിക്കുള്ള തുടക്കമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിന്റെ എലിമിനേഷൻ റൗണ്ടിൽ ഇനി 3 ടീമുകളാണ് ബാക്കിയുള്ളത്. ഇതിൽ നിന്ന് 2 ടീമുകൾ ഇന്നാവും, ഏതെങ്കിലും ഒരാൾ ഔട്ടാവും. ആരാണെന്ന് നമുക്ക് നോക്കാം. ജഡ്ജസ് 3 ടീമുണ്ട്. സനൽ, പ്രശാന്ത്, സൈന. ഈ 3 ലീഡേഴ്സിൻ്റെയും ടീം നല്ല ടീമായിരുന്നു. നിങ്ങൾ ചില സ്കിറ്റുകൾ ഗംഭീരമായിട്ട് ചെയ്തു, ചില സ്കിറ്റുകൾ പരമ ബോറായിട്ട് ചെയ്തു, ചിലത് ഇതൊന്നും അല്ലാതെ ഒരു ആവറേജ് ആയിട്ട് ചെയ്തു. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ല നമ്മൾ ഓവറോൾ നോക്കാറുണ്ട്. സ്ക്രിപ്റ്റ്, പ്രസൻറ്റേഷൻ, എവറിത്തിങ്. മാർക്ക് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. ആ ഒരു കാൽക്കുലേഷനിൽ ചിലപ്പോൾ ചില ട്വിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിരിക്കാം. ഇപ്പോൾ 3 പേരുണ്ട്. ഈ 3 പേരിൽ ഇന്നാകുമെന്ന് കോൺഫിഡൻസ് ഉള്ളത് ആരാണുള്ളത്? നമുക്കിതിനകത്ത് ആദ്യമേ നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞു, സ്ക്രിപ്റ്റ്, പ്രസൻറ്റേഷൻ, പിന്നെ മറ്റ് നമ്മളിതിനകത്ത് SMS ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൂടുപടത്തിന് ബാക്കിലുള്ള ഒരു ഇത് വെച്ച് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ മാർക്സ് വെച്ച് മാത്രമാണ് നമ്മൾ പോയിരുന്നത്. നമ്മൾ സെമി ഫൈനൽസിൽ മാത്രം പറഞ്ഞിരുന്നു. മാർക്സ് മാത്രമല്ല, നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, അതായത് ഓൺ സ്റ്റേജും ഓഫ് സ്റ്റേജും ഉള്ള നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് കടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ 3 പേരിൽ ആർക്കാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ഇത് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലിൽ നല്ല രീതിയിൽ ഷോസിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ എങ്ങനെ എന്താണ് അവരെ ശരിക്കും നേരത്തെ സുബി പറഞ്ഞ പോലെ സ്റ്റേജിന് അകത്തും പുറത്തും ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, സ്കിറ്റും എല്ലാത്തിലും ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ സ്കിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 3 പേരിൽ 2 പേര് ഇന്നാണ്, ഒരാൾ ഔട്ടുമാണ്. രണ്ട് പേരുടെ ഔട്ടിൻ്റെ കാര്യം എൻ്റെ സീനിയർ ഗുരുനാഥൻ പറഞ്ഞു. ഒരു ഇന്നും കൂടി അദ്ദേഹം തന്നെ പറയട്ടെ. അടുത്ത ഇൻ സ്ഫടികം പ്രശാന്ത്. യെസ്. അപ്പോൾ ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മൾ കാണാൻ പോകുന്നത് ടീം സ്ഫടികം, പ്രശാന്ത് ആൻഡ് ടീമിനെയും കൂടിയാണ്. പ്രശാന്ത് ഏട്ടാ, ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? എന്തായാലും സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. അല്ലാതെ എന്താണ് പറയാനുള്ളത്? ഇതുവരെയുള്ളൊരു യാത്രയിൽ എന്തൊക്കെയാണ്? ഇതെന്തായാലും ഇത് ഞങ്ങൾക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ജഡ്ജ്മെൻറ്റിൽ ഒരു ജഡ്ജ്മെൻറ്റിലും ഞങ്ങൾക്ക് ഒരു അതൃപ്തിയില്ല. കാരണം അത് ഞങ്ങൾ ഉറപ്പായിട്ട് പറയണം. അതെന്താണ് കുറ്റമെന്നുള്ള പറഞ്ഞു തന്നിട്ടാണ് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട്. കാര്യം നമുക്കപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ കുറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ സ്കിറ്റുകൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അടുത്ത ഫൈനലിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ നല്ലൊരു
നല്ല രീതി പ്രിപ്പയർ ചെയ്തിട്ടേ വരത്തുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിവേ എല്ലാവർക്കും മെമ്പേഴ്സിന് എല്ലാവർക്കും ഇന്നായി ഫൈനലിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. പക്ഷെ ഫൈനലിൽ വരുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസത്തെ പെർഫോമൻസിൻ്റെ മാത്രം വിലയിരുത്തുള്ളൂ. ഈ മാർക്കുകളുടെ വ്യത്യാസം ഒന്നും അന്നത്തെ ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫൈനലിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് ആരാണോ, ചിലപ്പോൾ ഇന്ന് ഏറ്റവും മോശമായിട്ട് ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന ഒരു ടീമായിരിക്കും ചിലപ്പോൾ അന്നത്തെ ദിവസം ഏറ്റവും നല്ല രീതിയിൽ വരുന്നത്. അത് വീറും വാശിയും അതിന് വേണം. കാരണം ഏറ്റവും നല്ല സ്കിറ്റിനായിരിക്കും അന്ന് ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 4 പേരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിൽ ഒരാൾ നിങ്ങളായിട്ടുണ്ട്. 3 ടീമായി അല്ലേ, 3ാമത്തെ ടീം. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാം. ടെൻഷൻ അടിക്കേണ്ട, ഇതുപോലെ നിന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും ഗ്രാൻഡ് ഫിനാലയിൽ കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ 2 ടീമുകളാണ് എൻ്റെ ഇടതും വലതും ഉള്ളത്, സനലും സൈനൻ ചേട്ടനും. നമുക്കിവരെ എല്ലാവരെയും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇതിൽ ആര് ഇന്നാവും ആര് ഔട്ടാവും എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ, ഇതിൽ ആര് ഇന്നാവും ആര് ഔട്ടാവും എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുബി, എനിക്കതിൽ വേറൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈനനും സനലും വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ പരിചയമുള്ളതും ഒരാൾ പരിചയമില്ലാത്തതും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പാർഷ്വാലിറ്റി എന്ന് പറയുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഒരു തോന്നലെങ്കിലും ആർക്കെങ്കിലും വരാം. പക്ഷേ ഇത് 2 പേരും എന്തോ ഭാഗ്യം കൊണ്ട്, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് 2 പേരും ഫ്രണ്ട്സാണ്. അത് അതിൽ ഒരാൾ മാത്രം ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പാഷ്വാലിറ്റി കാണിച്ചു എന്ന് പറയുമായിരുന്നു. തീർച്ചയായിട്ടും പറയും. ഇതിപ്പോൾ 2 പേർക്കും പറയാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സനലിനും പറയാൻ പറ്റില്ല, സൈനും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യും സനലെ? ആദ്യം നമുക്ക് ഇവരോട് തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു സൈനൻ്റെ ഈ സെമി ഫൈനൽസിലെ പെർഫോമൻസ്? പ്രകടനം നല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അത് സത്യമാണ്. കുഴച്ചു കളഞ്ഞു നമ്മളെയും. ഇത്രയൊക്കെ സൗകര്യം തന്നിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. സനല, സലിംകുമാറിൻ്റെ ഞാൻ എപ്പോഴും സനല കാണാൻ പറയുന്നതാണ്. ഒന്ന് ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം. അതായത് ഞാൻ ആദ്യമായിട്ട് ഈ സലീം മുഹമ്മദ് ഈ പടത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആയില്ല. പക്ഷെ കഥ മുഴുവൻ പറഞ്ഞതിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണെന്നറിയാത്? മേക്കപ്പ് പടരക്ഷിതായിരിക്കണം, അത്രമാത്രം. സൈനന്റെ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കാം ഏതെങ്കിലൊക്കെ. ചന്ദനമണി വതൽന്ന പാട്ട്. ചന്ദനമണിവാതിൽ പാതി ചാരി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കി ഇങ്ങനെയുള്ള തുറുപ്പ് ചീട്ടുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കറിയാവുന്ന വലിയ ഒന്നൊന്ന് പൊലിപ്പിക്കായിരുന്നില്ലേ? സനലിനെ കണ്ട എന്താണെങ്കിലും നമ്മൾ പറയും നമ്മുടെ സലീംകുമാറിന്റെ ഫിഗർ ചെയ്യാൻ പറ്റും അല്ലെ, നമ്മൾ ഒത്തിരി കണ്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെയാണ് ഇപ്പൊ സനലിൽ നമ്മുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. എന്താണ്? നമ്മുടെ ജഗതി ചേട്ടൻ. അമ്പിളിച്ചണ്ട്. അയ്യോ ഓമനെ, എടി ഓമനെ, ഓർമ്മയുടെ കൂടുകൂടാരകളിൽ പകിട 12 അടിച്ച് പഞ്ചപാട്ട് വരെ ചൊഞ്ചലിപ്പിച്ച പഞ്ചവർണ്ണത്തിന്റെ തോഴി, നിന്റെ മൃദുല മീനിയിലൊരു കിരാവള്ളി പോലെ പറന്നു കയറാൻ എനിക്ക് നേരമായി തോന്നി. ഉണ്ണുണ്ണി വാർത്ത ഉണ്ണുണ്ണി തമ്പുരാൻ ഓമന ഭാര്യ ഉണ്ണിമേരിയ രായ് കിരാവർ അടിച്ച് മാറ്റിക്കൊണ്ട് പോയവനാണ് ഈ ഉണ്ണുണ്ണി പപ്പൻ. എൻ്റെ അടുത്തല്ലേ അവിടെ കളി, പോയി കിടന്നുറങ്ങു വച്ചേ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, വളരെ മനോഹരമാണ്. കറക്റ്റ് ശബ്ദം കേട്ടോ. സൈനന്റെ ഒരു ശബ്ദം കൂടി കേൾക്കണം ഏതെങ്കിലും, കാരണം നമുക്ക് ബാലൻസ് ചെയ്ത് പോകണ്ടേ. ഇവിടെ 2 കാണിച്ചു.
അല്ല നിങ്ങളെ മൂന്നുപേര് എവിടേക്കോ കണ്ട പോലെ ഉണ്ടല്ലോ. ഓടിവായോ പുലി പുലി പുലിയ പൂച്ചയ. നമുക്ക് ഇപ്പോഴത്തെ പെർഫോമൻസിന് മാർക്കിടണോ? വേണ്ട അല്ലേ? ഇത് പപ്പുവിൻ്റെ ശബ്ദം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് പപ്പുവേട്ടൻ്റെ. പക്ഷേ എത്ര പ്രാവശ്യം കേട്ടാലും അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിരി വന്നു പോണ് സൈന. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ ഈ ടീം ഇനി 2 പേരുണ്ട്. അതിൽ നമ്മളുടെ പ്രിയപ്പെട്ട ടീമുകളിൽ 2 പേരിൽ ആരെങ്കിലും ഒരു ടീം ഔട്ടാവും. ഇന്നാകണത് പറയണോ ഔട്ടാകണത് പറയണോ? ഇന്നാകുന്നത് പറഞ്ഞാൽ മതി. ഇന്നാകുന്നത് പറഞ്ഞാൽ മതി. സല്ലാപം ആൻഡ് കാർണിവൽ അല്ലേ? ഇതിൽ